ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഡിസ്ട്രിക്ട് സർവീസിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അതായത് എങ്ങനെയാണ് നമുക്കൊരു യൂസർ അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ ഡിസ്ട്രിക്ട് സർവീസ് ഉപയോഗിച്ചിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വില്ലേജ് സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള അപേക്ഷകളും നമ്മൾ ഇതിലാണ് കൊടുക്കുക. കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ഇൻകം, പൊസഷൻ അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ ഒരു ഈ ഡിസ്ട്രിക്ട് വഴിയാണ് അപേക്ഷ കൊടുക്കുക. അപ്പൊ അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരു മാസത്തിൽ 5 അപേക്ഷകളാണ്. ഒരു തവണ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ 5 അക്കൗണ്ടുകൾക്ക് ശേഷം നമ്മൾ 5 അപേക്ഷകൾക്ക് ശേഷം നമ്മൾ അടുത്ത അക്കൗണ്ട് ഉപയോഗിക്കണം. സോ നമ്മൾ ഒരു 5-6 അക്കൗണ്ട് ആധാർ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വർക്കിനൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഒരു പോർട്ടൽ യൂസർ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഇവിടെ നെയിം നമ്മൾ കൊടുക്കണം. നെയിം കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആധാർ കാർഡിലെ പോലെ തന്നെ ആയിരിക്കണം നമ്മൾ നെയിം കൊടുക്കേണ്ടത്. സോ നമ്മളിവിടെ ആധാർ കാർഡിലെ പോലെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിലെ പോലെയാണെന്ന് യാതൊരു നിർബന്ധമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കുക. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഒന്നും തന്നെ നമ്മൾ ആധാർ കാർഡുമായിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. നമുക്ക് ഏതെങ്കിലുമൊക്കെ കൊടുക്കാവുന്നതാണ്, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് ഇവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ മൊബൈൽ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ഒരിക്കലും കൊടുക്കരുത്. നമ്മുടെ മൊബൈൽ നമ്പർ മാത്രം ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒരൊറ്റ നമ്പർ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ മാത്രം അവിടെ ഉപയോഗിക്കുക. അതിനുശേഷം ഇവരുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റർ യുവർ വാലിഡ് ID ആസ് ലോഗിൻ നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മളൊരു ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. ഇമെയിൽ ID കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഒരു ഇമെയിൽ ID നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, യാതൊരു നിർബന്ധമില്ല. ഉദാഹരണത്തിന് CSE സേവ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് @gmail.com എന്ന് പറഞ്ഞൊരു ID ഇവിടെ കൊടുത്തു. ആക്ച്വലി എന്റെ കയ്യിലുള്ള ഒരു ഇമെയിൽ ID അല്ല, പക്ഷെ ഞാൻ അവിടെ കൊടുത്തു. ഇവിടെ ലോഗിൻ നെയിം അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് വെച്ചിട്ട് @gmail.com വെച്ച് ഒരു ID ക്രിയേറ്റ് ചെയ്യുക. ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടിപ്പുറത്ത് 1 ടൈപ്പ് ചെയ്ത് കൊടുത്ത് അടുത്ത ID കൊടുക്കുക. അത് കഴിയുമ്പോൾ അടുത്ത 2 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത 3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് ഇമെയിൽ ID നിങ്ങൾ കൊടുക്കുക. പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് മറ്റൊരു പാസ്വേഡ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് പാസ്വേഡ് എന്നുള്ള കോളത്തിൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേ പാസ്വേഡ് തന്നെ കൺഫേം ചെയ്യുക. ഏത് ID നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒരൊറ്റ പാസ്വേഡ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അതിനുശേഷം ഒരു റിക്കവറി ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ I agree എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്ത് വാലിഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ആധാർ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ID-യിലേക്കും ഒരു OTP സെൻഡ് ആയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇമെയിൽ ID നമ്മുടെ കയ്യിലില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പറിലേക്ക് വന്നിരിക്കുന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ID നമുക്ക് വെരിഫൈ ആയിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ID ക്രിയേഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് കഴിയും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഈ ഡിസ്ട്രിക്റ്റിന്റെ ID നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്.